സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. അഥ അശീതിതമോധ്യായ. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. കോനു ശ്രുത്വാ സകൃദ്ബ്രഹ്മൻ ഉത്തമശ്ലോകസത്കഥാ വിരമേത വിശേഷജ്ഞോ വിഷണ്ണഃ കാമമാർഗണൈഃ സാ വാഗ് യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തൽ കർമ്മ കരൗ മനശ്ച സ്മരേതു വസന്തം സ്ഥിരജം ഗമേഷു ശൃണോതി തൽ പുണ്യകഥാഃ സകർണ ശിരസ്തു തസ്യോഭയലിംഗമാനമേത തദേവ യൽ പശ്യതി തദ്ധി ചക്ഷു അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. സൂത ഉവാച വിഷ്ണുരാദേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീത്. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീൽ സഖാ കച്ഛൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുത്ക്ഷാമാ ച തഥാവിധാ. പതിവ്രതാ പതിം പ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രാസീതമാനാ സാ വേപമാനാഭിഗമ്യ ച നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രേയഃ പദി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭ. തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതത്തെ തേ കുടുംബിനേ. ആസ്തേ ധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര സ്മരതഃ പാദകമലം ആത്മാനമപി യച്ഛതി കിം ന്വർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു. സ ഏവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമശ്ലോകദർശനം ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ. അപ്യസ്തി വായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ദീയതാം. യാചിത്വാ ചതുരോ മുഷ്ഠീൻ വിപ്രാൻ പൃഥുകതണ്ഡുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാതുപായനം. സ താനാദായ വിപ്രാഗ്ര്യ പ്രയയോ ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. ത്രീണി ഗുൽമാന്യതീയായ തിസ്ര കക്ഷാശ്ച സദ്വിജ വിപ്രോഗമ്യാന്ധകവൃഷ്ണീനാം ഗൃഹേഷു അച്യുതധർമ്മിണാം ഗൃഹം ദ്വ്യഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജ. വിവേശൈകതമം ശ്രീമൽ ബ്രഹ്മാനന്ദം ഗതോ യഥാ തം വിലോക്യാച്യുതോ ദൂരാദ പ്രിയാ പര്യങ്കമാസ്ഥിത സഹസോത്ഥായ ചാഭേത്യ ദോർഭ്യാം പരിഗൃഹീന്മുദാ. സഖ്യു പ്രിയസ്യ വിപ്രർഷേരംഗസംഗാതി നിർവൃത പ്രീതോ വ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേ ക്ഷണ അധോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യു സമർഹണം ഉപഹൃത്യാവനിജ്യാസ്യ പാദോ പാദാവനേ ജനീ. അഗ്രഹീൽ ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വ്യലിംബത ദിവ്യഗന്ധേന ചന്ദനാഗരുകുങ്കുമൈ ധൂപൈ സുരഭിർമിത്രം പ്രദീപാവലിഭിർമുദാ അർച്ചിത്വാ വേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീത്. കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവീ പര്യചരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ. അന്തഃ പുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിനാ വിസ്മിതോ ഭൂതതിപ്രീത്യാ അവധൂതം സഭാജിതം. കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണാ ശ്രിയാ ഹീനേന ലോകേസ്മിൻ ഗർഹിതേനാധമേന ച. യോऽസൗ ത്രിലോകഗുരുണാ ശ്രീനിവാസേന സംഭൃതഃ പര്യങ്കസ്താം ശ്രിയം ഹിത്വാ പരിഷ്വക്തോऽഗ്രജോ യഥാ
കഥയാഞ്ചക്രദുർഗാഥാ പൂർവാ ഗുരുകുലേ സതോ ആത്മനോ ലളിതാ രാജൻ കരൗ ഗൃഹ്യ പരസ്പരം. ശ്രീഭഗവാനുവാച അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാ ലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീ നവ പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാതിപ്രീയസേ വിദ്വൻ ധനേഷു വിദിതം ഹി മേ കേചിൽ കുർവന്തി കർമാണി കാമൈരഹത ചേതസ ത്യജന്തഃ പ്രകൃതിർദൈവീർയഥാഹം ലോകസംഗ്രഹം കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യദാ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമശ്നുതേ സ വൈ സൽകർമ്മണാം സാക്ഷാൽ ദ്വിജാതേരിഹ സംഭവാം ആദ്യോംഗ യത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു നന്വർത്തകോ വിദാ ബ്രഹ്മൻ വർണ്ണാശ്രമവതാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ചോ ഭവാർണവം നാഹമിജ്യാ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ അഭി ന സ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുദാരൈഃ ചോദിതാനാം ഇന്ധനാനേനേ കുജിൽ പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തോ സുമഹദ്വിജ വാദവർഷമഭൂത്തീവ്രം നിഷ്ഠുരാസ്തനയിത്നവ സൂര്യശ്ചാസ്തം ഗതസ്താവത് തമസാ ചാവൃതാ ദിശ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന വയം ഭൃശം തത്ര മഹാനിലാംഭുവിർ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ ദിശോ വിദന്ധോധ പരസ്പരം വനേ ഗൃഹീതഹസ്താ പരിബഭ്രിമാതുരാ ഏതദ്വിദിത്വാ ഉദിതേ രൗ സാന്ദീപനിർഗുരു അന്വേഷമാണോ ന ശിഷ്യാനാചാര്യോ പശ്യദാതുരാൻ അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിതാ ആത്മാ വൈ പ്രാണിനാം ശ്രേഷ്ഠസ്തമനാദൃത്യമത്പരാ ഏതദേവ ഹി സച്ഛിഷ്യൈ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരൗ തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠ സത്യാ സന്തു മനോരഥാ ഛന്ദാംസ്യയാതയാമാനി ഭവന്ത്യുഹ പരത്രജാം ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ ബ്രാഹ്മണ ഉവാച കിമസ്മാഭിരനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂത യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്തവിഡംബനം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രീരാമചരിതേ അശീതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. ദശമസ്കന്ധം 80-ാം അധ്യായമാണ് ഇന്ന് പറയാനുള്ളത്. ഈ 80-81 അധ്യായങ്ങളിലായിട്ട് സുദാമചരിതമാണ് പറയണത്.
ബലരാമവീര്യങ്ങൾ കേട്ട രാജാവ് വീണ്ടും ശ്രീകൃഷ്ണ കഥകൾ കേൾക്കണമെന്ന ആഗ്രഹത്താൽ ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ഹേ സർവജ്ഞനായിട്ടുള്ള ഭഗവാനെ, അളവറ്റ വീര്യത്തോടു കൂടിയവനും ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും നശിപ്പിച്ച് മുക്തി നൽകുന്നവനുമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ യാതൊരു വീര്യങ്ങൾ പ്രകാശിപ്പിച്ചുവോ അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ആനന്ദരൂപമായിട്ടുള്ള കഥകൾ എത്ര കേട്ടാലും മതിയെന്ന് തോന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ആ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തൽകർമ്മ കരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽ പുണ്യകഥാസകർണ. ഏതൊരു വാക്കിനാൽ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കീർത്തിക്കുന്നുവോ അത് തന്നെയാണ് വാക്ക്. ഏതൊരു കൈകൾ ഭഗവാന്റെ ദാസ്യവേലകൾ ചെയ്യുന്നുവോ അവ തന്നെയാണ് കൈകൾ. സ്ഥാവര ജംഗമ രൂപങ്ങളിലെ ഭേദം കൂടാതെ വസിക്കുന്ന സർവന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാനെ യാതൊരു മനസ്സ് ചിന്തിക്കുന്നുവോ അത് തന്നെയാണ് മനസ്സ്. ഏതൊരു ശ്രോത്രം ഭഗവാന്റെ പുണ്യകഥകൾ കേൾക്കുന്നുവോ അത് തന്നെയാണ് ശ്രോത്രം. ചിരസ്തു തസ്യോഭയലിംഗമാനമേത് തദേവയൽ പശ്യതി തദ്ധ്യചക്ഷു അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ഭഗവാന്റെ സ്ഥിരങ്ങളായും ചരങ്ങളായും ഇരിക്കുന്ന ആ വിഗ്രഹങ്ങളെ ഏതൊന്ന് നമസ്കരിക്കുന്നുവോ അത് തന്നെയാണ് ശിരസ്. ആ രൂപത്തിനെ ഏതൊന്ന് കാണുന്നുവോ അത് തന്നെയാണ് കണ്ണ്. ഭഗവാന്റെ പാദത്തിൽ നിന്നും ജനിച്ച ഗംഗാ മുതലായിട്ടുള്ള പുണ്യനദികളെയും ഭഗവത് ഭക്തന്മാരുടെ കാല് കഴുകിയ ജലത്തെയും ഏത് അവയവങ്ങളെ കൊണ്ട് സ്വീകരിക്കുന്നുവോ അവ തന്നെയാണ് അവയവങ്ങൾ. സൂതൻ പറയാണ്, ഭഗവാന്റെ മാഹാത്മ്യം കീർത്തിച്ച് കേൾക്കുമ്പോൾ ഭക്തന്മാരുടെ മനസ്സ് മുഴുവനും ഭഗവാനിൽ ലയിക്കുന്നു. അതുകൊണ്ട് പരീക്ഷിത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയുടെ മനസ്സ് മുഴുവനും ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചും കൊണ്ട് അദ്ദേഹം പറയാണ്, കൃഷ്ണസ്യാസിൽ സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയ. ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടനായിട്ട് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മജ്ഞാനികളുടെ മധ്യത്തിൽ ഏറ്റവും ഉത്തമനായിരുന്നു. വിഷയസുഖങ്ങളിൽ ഒട്ടും ആസക്തിയില്ലാത്തവൻ. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏറ്റവും ശാന്തം. ഇന്ദ്രിയങ്ങളെ മുഴുവനും ജയിച്ചവനാണ് അദ്ദേഹം. പ്രാരബ്ധാനുസരണം സമീപത്തിൽ വരുന്ന അന്നാദി പദാർത്ഥങ്ങളെ കൊണ്ട് ദിവസവൃത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമിയായിരുന്നു ആ ബ്രാഹ്മണൻ. ധരിക്കാൻ കീറത്തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തെ പോലെ തന്നെ ശാന്തിയാദി ഗുണങ്ങളൊക്കെ തികഞ്ഞവളായിരുന്നു. ഭർത്താവിന് കൊടുക്കാൻ യാതൊരു ഭക്ഷണപദാർത്ഥവും ഇല്ലാത്തതുകൊണ്ട് അവളുടെ മനസ്സ് വല്ലാതെ ദുഃഖിച്ചു. ആഹാരമില്ലാതെ അധികം നാൾ കഴിഞ്ഞതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ കയ്യ് കാല് മുതലായിട്ടുള്ള അവയവങ്ങൾ വിറച്ച് വീഴാൻ ഭാവിച്ചും കൊണ്ടും ഉണങ്ങി വരേണ്ട മുഖത്തോടു കൂടിയും ഭർത്തൃസന്നിധാനത്തിൽ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് ആ സാധ്വി ഭർത്താവിനോട് പറയാണ്, നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർഷഭ. ഹേ ബ്രഹ്മൻ, സാക്ഷാൽ ലക്ഷ്മീവല്ലഭൻ അങ്ങയുടെ ഇഷ്ടനാണല്ലോ. അദ്ദേഹം ബ്രാഹ്മണ ഭക്തനും ജ്ഞാനം ഐശ്വര്യം മുതലായിട്ടുള്ള 6 ഗുണങ്ങൾ തികഞ്ഞവനും ഭക്തജനങ്ങളെ രക്ഷിക്കുന്നവനും ആണല്ലോ. അദ്ദേഹത്തിൻ്റെ സമീപം പോയി വരുവാൻ കരുണയുണ്ടാകണേ. ദിവസവൃത്തി കഴിക്കാൻ വകയില്ലാതെ തളർന്നുകൊണ്ടിരിക്കുന്ന കുടുംബിയായ അങ്ങയ്ക്ക് അദ്ദേഹം വേണ്ടുവോളം ധനം തരും. അഥവാ തന്നില്ലെങ്കിൽ വിരോധമില്ല. സാധുക്കൾ അദ്ദേഹത്തെയല്ലേ പ്രാപിക്കേണ്ടത്. ആ ഭഗവാന്റെ സന്ദർശനം അങ്ങേക്ക് ലഭിക്കുന്നത് പരമലാഭല്ലേ. അതുകൊണ്ട് അങ്ങൊന്ന് അവിടെ പോയി വരണം. ഇപ്പോൾ ഭഗവാൻ ശ്രീപതിയായിട്ട് ഭോജവൃഷ്ണ്യന്ധകന്മാരെ സംരക്ഷിച്ചുകൊണ്ട് ദ്വാരകയിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദകമലത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഭജിക്കുന്നവന് ആത്മാവിനെ കൂടെ അദ്ദേഹം ദാനം ചെയ്യണം. ഗുരുരൂപേണ ആത്മജ്ഞാനം നൽകി ദുരന്ത സംസാര സങ്കടങ്ങൾ നശിപ്പിച്ച് പരമാനന്ദം നൽകണു. പരമപ്രേമ വിഷയമായിട്ടുള്ള ആത്മാവിനെ നൽകുന്ന ആ ഭഗവാൻ പ്രേമവിഷയമല്ലാത്ത അർത്ഥകാമങ്ങളെ നൽകുമോ ഇല്ലയോ എന്ന് പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഭക്തിവിനയത്തോടെ മൃദുസ്വരത്തിലെ ഭാര്യ വളരെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ആ കുചേല ബ്രാഹ്മണൻ അവിദ്യാരൂപ തമസിനെ നശിപ്പിച്ച് ആനന്ദരൂപ പ്രകാശത്തെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കാട്ടിക്കൊടുക്കുന്ന ആ ഭഗവാന്റെ സന്ദർശനം സിദ്ധിക്കുമല്ലോ. ഇതിലും മേലെ ഇനി സിദ്ധിക്കേണ്ടതായിട്ട് എന്താണുള്ളത് എന്ന് ചിന്തിച്ച് പോകാൻ ഉറച്ചു. ഭഗവാന് സമർപ്പിക്കാൻ എന്തെങ്കിലും കാഴ്ചദ്രവ്യം ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ തരൂ എന്ന് ഭാര്യയോട് പറഞ്ഞു.
എത്ര ഇല്ലാതായാലും ഭർത്താവിൻ്റെ ചോദ്യം കേട്ട ഉടനെ ഇല്ലെന്ന് പറയുന്നത് പതിവ്രതകൾക്ക് വളരെ സങ്കടമായതുകൊണ്ട് ഭർത്താവിനോട് തൽക്ഷണം സമാധാനമൊന്നും പറയാതെ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ചെന്ന് ഇരുന്നു. 4 പിടി അവല് കിട്ടി. ഒരു വസ്ത്രത്തിൽ അത് കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കാഴ്ചദ്രവ്യമായിട്ട് കൊടുത്തു. ഭഗവാന് സമർപ്പിക്കാനെന്ന ഭാവത്തിൽ യാചിക്കുമ്പോൾ ശ്രേഷ്ഠ പദാർത്ഥം തന്നെ ലഭിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണു. എത്ര തന്നെ ഇല്ലാതായാലും ഭഗവാനെ കാണാൻ വെറും കൈയോടെ പോകാൻ പാടില്ല. ഈ തത്വം അറിഞ്ഞിട്ടുള്ള ബ്രാഹ്മണൻ ആവിൽക്കെട്ട് സന്തോഷപൂർവ്വം വാങ്ങി മഹാപ്രഭുവായിട്ടുള്ള ഭഗവാന്റെ സന്ദർശനം എനിക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പോകാൻ ആരംഭിച്ചു. ദ്വാരകയിലെത്തിയപ്പോൾ അവിടെയുള്ള ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടെ അദ്ദേഹം 3 വീഥികളും കടന്ന് വൃഷ്ണ്യന്ധകാദികളുടെ ഗൃഹങ്ങളും ആ ഭഗവാന്റെ 16,000 ഭാര്യമാരുടെ ഗൃഹങ്ങളുടെയും മധ്യത്തിൽ ശ്രീദേവി പ്രത്യക്ഷമായി വിളയാടുന്ന ഒരു ഗൃഹത്തിൻ്റെ മുൻപിലെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ബ്രഹ്മാനന്ദത്തിൽ മുങ്ങിയവനെ പോലെയായി. തം വിലോക്യാച്യുതോ ദൂരാൻ പ്രിയാ പര്യംഗമാസ്ഥിത സഹസോത്ഥായ ചാഭ്യേത്യ ദൗർഭ്യാം പര്യഗ്രഹിന്മുദ. പ്രിയായിട്ടുള്ള രുക്മിണിയോടുകൂടെ കട്ടിലിന്മേലിരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണൻ കുചേലൻ വരുന്നത് ദൂരത്തിൽ നിന്ന് തന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് അടുത്ത് ചെന്ന് തൻ്റെ 2 കൈകളെ കൊണ്ടും പരമസന്തോഷത്തോടെ പിടിച്ച് മാറിടത്തിൽ അണച്ചാലിംഗനം ചെയ്തു. മഹാപ്രഭുവായിട്ടുള്ള കൃഷ്ണനെ നിർധനനായിട്ടുള്ള തനിക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള ആ ഭക്തചിന്താ പാരവശ്യത്തെ അറിഞ്ഞ ഭഗവാൻ ആ ഭാഗവതോത്തമൻ്റെ വരവ് കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ദർശനത്തെ കാക്ഷിക്കുന്ന ഭക്തന്മാരെ കാണുന്നത് തന്നെ ഭഗവാന് പരമസന്തോഷം. തന്നെ കാണാൻ ഭക്തൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതിലും എത്രയോ അധികരിച്ച നിലയിൽ ഭഗവാൻ അങ്ങനെയുള്ള ഭക്തന്മാരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. സഖ്യുപ്രിയസ്യ വിപ്രർഷേ രംഗസംഗാദിനർവൃത പ്രീതോ വ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ചെറുപ്പം മുതൽക്കേ ഒരുമിച്ച് കളിച്ചു നടന്ന സുഹൃത്തും തന്നിലെ പരമപ്രേമത്തോട് കൂടിയവനുമായിട്ടുള്ള ആ ബ്രാഹ്മണന്റെ ശരീരത്തോട് തൻ്റെ ശരീരം ചേർന്നപ്പോൾ ആനന്ദമൂർത്തിയായുള്ള ഭഗവാൻ പരമസുഖം അനുഭവിച്ചു. താമരതളം പോലെ കോമളങ്ങളും വിശാലങ്ങളുമായിട്ടുള്ള തൻ്റെ കണ്ണുകളിൽ നിന്നും സന്തോഷജലം ഒഴുകി. ഭഗവാൻ ആ ബ്രാഹ്മണനെ തൻ്റെ മഞ്ചത്തിൽ ഇരുത്തി താൻ തന്നെ കാഴ്ചദ്രവ്യം എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ സമീപത്ത് വെച്ചു. പാദങ്ങളിൽ വെള്ളമൊഴിച്ച് സ്വന്തം കൈകളെ കൊണ്ട് തലോടി കഴുകി. സർവ്വലോകങ്ങളെയും പരിശുദ്ധങ്ങളാക്കുന്ന ആ പാദതീർത്ഥങ്ങൾ ഭഗവാൻ സ്വന്തം ശിരസിൽ ധരിച്ചു. ഭഗവാന്റെ ബ്രാഹ്മണഭക്തി നോക്കിയാലും ചന്ദനം, അകില്, കുങ്കുമപ്പൂവ് എന്നീ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറിക്കൂട്ടുകൊണ്ട് ബ്രാഹ്മണദേഹത്തിലെ ഭഗവാൻ തന്നെ പൂശിക്കൊടുത്തു. അത്യന്ത ശ്രേയസ്സാഗ്രഹിക്കുന്ന ഗൃഹസ്ഥാശ്രമികള് ബ്രഹ്മജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ ഉപചരിക്കേണ്ട ക്രമം സർവ്വലോക ഗുരുവായിട്ടുള്ള ഭഗവാൻ തൻ്റെ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു തരുന്നു. സൗരഭ്യമുള്ള ധൂപങ്ങൾ കൊണ്ടും ദീപങ്ങളെ കൊണ്ടും മിത്രമായിട്ടുള്ള അതിഥിയെ സന്തോഷപൂർവ്വം പൂജിച്ചിട്ട് താമ്പൂലത്തെയും പശുവിനെയും സമർപ്പിച്ചിട്ട് കുശലം ചോദിച്ചു. വേണ്ടും വിധം ഭക്ഷണാദികളില്ലാതിരുന്നതുകൊണ്ട് കൃശാങ്കനും ദുർബലനും ഞരമ്പുകൾ മുഴുവനും പുറമേ കാണത്തക്ക വിധം ശരീരത്തിൽ വ്യാപിച്ചിട്ടുള്ളവനുമായിരുന്നു ആ ബ്രാഹ്മണൻ. അങ്ങനെ ഇരിക്കുന്ന ആ ബ്രാഹ്മണനെ സാക്ഷാൽ ശ്രീദേവിയുടെ അവതാരമായിട്ടുള്ള രുക്മിണി ചാമരം കൊണ്ട് വീശി ആശ്വസിപ്പിച്ചു. എന്താ കുചേലൻ്റെ ഭാഗ്യം! വസ്ത്രാഭരണാദികളല്ല, ഭക്തി മാത്രമാണ് പൂജനീയനാവാൻ കാരണം എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സകല ജനങ്ങളാലും കീർത്തിക്കപ്പെടുന്ന യശസ്സോടു കൂടിയിട്ടുള്ള ഭഗവാൻ അതിപ്രീതിയോടെ സൽക്കരിക്കുന്ന മലിനവേഷത്തോടു കൂടിയിട്ടുള്ള ആ കുചേല ബ്രാഹ്മണനെ കണ്ടിട്ട് ഭഗവാന്റെ ഭാര്യമാരെ അത്ഭുതപ്പെട്ടു. മലിനനും ഭിക്ഷുവും ഐശ്വര്യമില്ലാത്തവനും ഈ ലോകത്തിലെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനും അധമനുമായിട്ടുള്ള ഇദ്ദേഹം എന്ത് പുണ്യാണാവോ ചെയ്തിട്ടുള്ളത്? യോസൗ ത്രിലോകഗുരുണ ശ്രീനിവാസേന സംഭൃത പര്യംഗസ്ഥാം ശ്രിയം ഹിത്വാ പരിഷ്വക്തോഗ്രജോ യഥാ. 3 ലോകത്തിലും വസിക്കുന്നവരൊക്കെ അത്യാദരത്തോടെ പൂജിക്കുന്ന ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഭഗവാനാൽ ഏറ്റവും ആദരിക്കപ്പെട്ട അദ്ദേഹം ഒരു ജ്യേഷ്ഠൻ എന്ന മട്ടിൽ അത്രയും പ്രീതിയോടെയും ആദരത്തോടും കൂടിയിട്ടാണ് ബ്രാഹ്മണനെ സേവിക്കുന്നത്. ഭഗവാനും കുചേലനും അന്യോന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ ഗുരുകുലത്തിൽ വസിച്ച് വിദ്യാഭ്യാസം ചെയ്ത കാലത്ത് നടന്ന കഥകളൊക്കെ പറയാൻ തുടങ്ങി. ഭഗവാൻ പറയാണ്, ഹേ ബ്രാഹ്മണോത്തമ,
അങ്ങ് ഗുരുവിനെ ദക്ഷിണ ചെയ്ത് പഠിപ്പ് സമാപ്തി വരുത്തുന്നതായിട്ടുള്ള സമാവർത്തനം ചെയ്ത ശേഷം അങ്ങയുടെ വയസ്സിനും സ്വഭാവത്തിനും മറ്റും ഉചിതമായിട്ടുള്ള ഭാര്യയെ സ്വീകരിച്ചോ? അങ്ങയുടെ മനസ്സ് വിഷയസുഖം അനുഭവിക്കണമെന്നുള്ള കാമത്താൽ കലുഷിതമല്ലെന്നും നിസ്സാരങ്ങളായിട്ടുള്ള ധനാദി വിഷയങ്ങളിൽ അങ്ങയ്ക്ക് അധികം പ്രീതിയില്ലെന്നും എനിക്കറിയാം. നിത്യതൃപ്തനും ഈശ്വരനുമായിട്ടുള്ള ഞാൻ പ്രകൃതിയുടെ യാതൊരു ബാധയും കൂടാതെ ലോകാനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ ചിലര് വിഷയാശയങ്ങളെയൊക്കെ ദൂരോപേക്ഷിച്ചിട്ട് ലോകാനുഗ്രഹത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണു. ബ്രാഹ്മണൻ ഏതൊരു മഹാത്മാവിന്റെ ഉപദേശത്താൽ പരമാത്മതത്വം അറിഞ്ഞിട്ട് സംസാര ക്ലേശത്തിൽ നിന്ന് മുക്തനായി ഭവിക്കുന്നുവോ ആ ഗുരുവിന്റെ സന്നിധാനത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വസിച്ചത് അങ്ങ് ഓർക്കണുണ്ടോ? ഒരു പുരുഷൻ ലോകത്തിൽ ആരിൽ നിന്ന് ജാതനാകുന്നുവോ ആ പിതാവാണ് അവന്റെ ഒന്നാമത്തെ ഗുരു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഈ 3 ജാതിയിൽ ജനിച്ചവരും ഉപനയനാർഹന്മാരായതുകൊണ്ട് അവരെ വേണ്ട സമയത്ത് ഉപനയിപ്പിച്ച് വേദാധ്യയനം ചെയ്യിച്ച് അഗ്നിഹോത്രാദി ധർമ്മകർമ്മങ്ങൾ ഉപദേശിക്കുന്ന ആള് രണ്ടാമത്തെ ഗുരു. ഈ ഗുരുവിന്റെ അനുഗ്രഹത്താൽ വേദമറിയാനും ഈശ്വരനെ ആരാധിക്കാനും സംഗതി വരുന്നതുകൊണ്ട് ഈ ഗുരുവിനെ മാതാപിതാക്കന്മാരെക്കാൾ പൂജ്യനായിട്ട് കരുതണം. ഇങ്ങനെയുള്ള കർമ്മത്താൽ പരിശുദ്ധമായിട്ടുള്ള അന്ധകരണത്തിൽ പരമാത്മ സാക്ഷാത്കാരം ഏതൊരു ഗുരുവിന്റെ ഉപദേശത്താൽ അനുഭവമായി വരുന്നുവോ അപ്പോൾ ആ പുരുഷൻ സർവ്വസംസാര ക്ലേശങ്ങളിൽ നിന്നും നിർമുക്തനായി ഭവിക്കുന്നതുകൊണ്ട് ആ ഗുരു സാക്ഷാത്തായിട്ടുള്ള ഞാൻ തന്നെയാണ്. ആ ഗുരുവിനെയും സർവേശ്വരനായിട്ടുള്ള എന്നെയും ഭിന്നമായി കരുതാൻ പാടില്ല, ഒന്നായിട്ട് തന്നെ കരുതണം. ഗുരു സ്വരൂപനായിരിക്കുന്ന എൻ്റെ ഉപദേശം കൊണ്ട് യാതൊരു ക്ലേശവും കൂടാതെ യാതൊരുത്തൻ സംസാര സമുദ്രത്തെ കടക്കുന്നുവോ മനുഷ്യജന്മം എടുത്തവരിൽ വെച്ചും വർണ്ണാശ്രമാദി ആചാരങ്ങൾ സ്വീകരിച്ചവരിൽ വെച്ചും അവർ തന്നെയാണ് കാര്യം സാധിച്ചവർ. അതുകൊണ്ട് ജ്ഞാനപ്രദനായിട്ടുള്ള ഗുരുവിനേക്കാൾ മേലെ സേവ്യനായിട്ട് മറ്റാരുമില്ല. അതുകൊണ്ട് സർവന്തര്യാമിയായിട്ടുള്ള ഞാൻ ഗുരുശുശ്രൂഷ കൊണ്ട് ഏതുവിധം സന്തോഷിക്കുമോ ആ വിധം യാഗം കൊണ്ടോ ഉപനയനാനന്തരം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചാരി ധർമ്മം കൊണ്ടോ വാനപ്രസ്ഥധർമ്മം കൊണ്ടോ സന്യാസധർമ്മം കൊണ്ടോ സന്തോഷിക്കുന്നില്ല. ഗുരുവിനെ യഥാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ തന്നെ നേരിട്ട് ശുശ്രൂഷിക്കുന്നവനായതുകൊണ്ട് അവൻ്റെ പേരിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നിട്ട് ഗുരുകുലത്തിൽ വസിക്കുന്ന കാലത്തുണ്ടായ കാര്യങ്ങൾ ഭഗവാൻ പറയാണ്. നമ്മൾ ഗുരുകുലത്തിൽ വസിക്കുന്ന കാലം ഒരു ദിവസം ഗുരുപത്നിയുടെ കൽപ്പന പ്രകാരം നമ്മൾ വിറക് കൊണ്ടുവരാനായിട്ട് പോയത് അങ്ങ് ഓർക്കണുണ്ടോ? നമ്മൾ കൊടുങ്കാട്ടിൽ പ്രവേശിച്ചപ്പോൾ അകാലത്തിൽ കഠിനമായിട്ടുള്ള കാറ്റും മഴയും ഇടിയും വന്നില്ലേ? അതങ്ങേക്ക് ഓർമ്മയുണ്ടോ? സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടുകൊണ്ട് ദിക്കുകൾ മുഴുവനും മൂടി. താഴ്ചയും ഉയർച്ചയും അല്പവും അറിയാൻ കഴിയാത്ത വിധം എല്ലാ ഭാഗത്തും ജലം പരന്നില്ലേ? നമ്മൾ ഘോരമായിട്ടുള്ള കാറ്റും മഴയും ഏറ്റ് പരവശരായി. ജലപ്രവാഹത്തോടു കൂടിയിട്ടുള്ള ആ ഘോരവനത്തിൽ ദിക്കുകളറിയാതെ ദുഃഖിതരായിട്ട് അന്യോന്യം കൈകോർത്ത് പിടിച്ചും ഭാരം വഹിച്ചുകൊണ്ടും നമ്മൾ ആ വൻകാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടിയില്ലേ? രാത്രി നമ്മൾ ആശ്രമത്തിൽ എത്താതെ വന്നപ്പോൾ നമ്മളുടെ ദുഃഖമറിഞ്ഞ് ആചാര്യനായിട്ടുള്ള സന്ദീപനി ഗുരു സൂര്യൻ ഉദിച്ച ഉടനെ നമ്മളെ തിരഞ്ഞു വന്നപ്പോൾ ദുഃഖിതരായി നടക്കുന്നത് കണ്ട സമയം എന്തൊരു സ്നേഹമാണ് അദ്ദേഹം നമ്മളുടെ നേരെ പ്രകാശിപ്പിച്ചത്. എന്നിട്ട് ഹേ പുത്രന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വളരെ ദുഃഖം അനുഭവിച്ചില്ലേ? സകല പ്രാണികൾക്കും ശരീരമാണ് ഏറ്റവും പരമപ്രേമാസ്പദം. നിങ്ങളാണെങ്കിലോ ആ ശരീരത്തെ ആദരിക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം തൽപരന്മാരായിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ ഭക്തി ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞില്ലേ? ഏതദേവ ഹി സച്ഛിഷ്യൈ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരോ. സർവസന്താപത്തെ നശിപ്പിച്ച് പരമപുരുഷാർത്ഥത്തെ സാധിപ്പിച്ച ഗുരുവിന് പരമപ്രേമാസ്പദമായിട്ടുള്ള വസ്തു സമർപ്പിക്കണം. ശരീരത്തോളം സ്നേഹം മറ്റൊന്നിനെയും ആർക്കുമില്ല. അതുകൊണ്ട് ആത്മാർപ്പണം തന്നെയാണ് ഉത്കൃഷ്ടമായിട്ടുള്ള ഗുരുദക്ഷിണ. ഹേ ദ്വിജശ്രേഷ്ഠന്മാരെ, ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെ സന്തുഷ്ടനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കട്ടെ. എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന വേദങ്ങൾ ഒരു കാലത്തും മറക്കാത്തവയായിരിക്കട്ടെ. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഗുരുകുലത്തിൽ വസിക്കുന്ന കാലത്ത് നമ്മൾക്ക് സംഭവിച്ച ഇങ്ങനെയുള്ള സംഗതികൾ അങ്ങേക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പുരുഷൻ പൂർണ്ണകാമനായിട്ട് ഭവിക്കുന്നുള്ളൂ. പരമശാന്തനായി മോക്ഷമെന്ന പദവി പ്രാപിക്കാൻ യോഗ്യനായിട്ട് വരണമെങ്കിൽ അവന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ബ്രാഹ്മണൻ പറയാണ്,
ഹേ ജഗൽഗുരു, സത്യസങ്കല്പമായിട്ടുള്ള അവിടുത്തോടൊരുമിച്ച് ഗുരുകുലവാസം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഞങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ ശരീരം വേദമയമാണ്. സർവശ്രേയസ്സുകളും നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിക്കണു. അങ്ങനെ ഇരിക്കുന്ന അങ്ങ് ഗുരുകുലവാസം ചെയ്തത് ലോകാനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കണു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.